നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മളെ അഭിപ്രായം പറയാൻ പോകുന്നില്ലല്ലോ. നമ്മളെന്നെ വേറെ ആശ്രയിക്കണം. ഒരു സുഖല്ല, വേറെ ആളെ ആശ്രയിക്കാൻ ഒരു നൂറിൽ അന്ധമായി അംഗീകരിക്കാത്ത കലീത ചോദ്യം ചെയ്യാതെ അംഗീകരിക്കാൻ. ഒരു ഡോക്ടർ മരുന്ന് എഴുതി തന്നാല് മെഡിക്കൽ ഷോപ്പിൽ പോയി ആ മരുന്ന് വാങ്ങി കഴിക്കാനല്ലാതെ എന്താണ് ഇതിലെ കണ്ടന്റ്, എന്തുകൊണ്ടാണ് ഈ പണ്ടാരം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമ്മൾ ചോദിച്ചാൽ വിശദമായി പഠിക്കാൻ പോലും മനസ്സിലാവില്ല. മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇയാൾ എഴുതിയത് നമുക്ക് തന്ന മരുന്നും പേരും തൊട്ട് നോക്കുക, ഡേറ്റ് എക്സ്പയർ ആയിട്ടുള്ളതെന്ന് പരിശോധിച്ച് നോക്കുക. ഇതിൽ കഴിഞ്ഞിട്ട് നോക്കിയില്ല. എത്രയല്ലേ ഉള്ളൂ? പഠിച്ചത് പ്രയോഗിക്കുക, പഠിക്കാത്തത് മറ്റുള്ളവർക്ക് വാദത്തോടെ. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഖുർആൻ കൊണ്ട് ചില ആളുകൾ ദുർമാർഗത്തിലാകാൻ പോകുന്നത്. ആ രീതിയിൽ നിൽക്കാത്തതാണ്. പടച്ചതമ്പുരാൻ പറഞ്ഞു അള്ളാഹു മാത്രമാണ് സംരക്ഷകൻ, അള്ളാഹു മാത്രമാണ് സഹായി. അതാണ് വിശ്വാസിയുടെ യഥാർത്ഥ വിശ്വാസം. എത്രത്തോളെന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഏതാണ് ഏറ്റവും വലിയ തൗഹീദ് ആദർശം? ഇതാണ് സൂറത്തുൽ ഇഖ്ലാസിലെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാകുന്നു എന്നതത്രേ വസ്തുത. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹുവ വസ്തുത അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു സമദ്, അല്ലാഹു സമദാണ്. അല്ലാഹു സമദാണെന്ന് പറഞ്ഞാൽ അല്ലാഹു ഒരിക്കലും ഒരു വസ്തുവിനെയും ആശ്രയിക്കുന്നില്ല. അല്ലാഹുവല്ലാത്ത അഖില വസ്തുക്കളും സദാസമയവും അല്ലാഹുവിനെ ആശ്രയിക്കുന്നു. അത് നബിയാണെങ്കിലും ഒലിയാണെങ്കിലും ജിന്നാണെങ്കിലും ഇൻസാണെങ്കിലും ആര് തന്നെയാണെങ്കിലും സദാസമയവും അല്ലാഹുവിനെ ആശ്രയിക്കുന്നു. അതാണ് അല്ലാഹു സമദിന്റെ മാന. ഈ അർത്ഥത്തിലാണ് നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച പ്രൈമറി മദ്രസകളിൽ പോലും കൊച്ചുകുട്ടികളെ നമ്മുടെ അഖീദയുടെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒലവി സമയത്തിൽ ജിന്നു വൽ ഇൻസു വൽ മലായികത്തു അലാ യുഹർരികു ദററൻ ഫിൽ ആലമി ഔ യുസ്കിനുഹാ ലഅജബ അൻ ദാലിക ഇല്ലാ ബിഇഖ്റാരിഹി തആല ഇയ്യാഹു വൽ ആദത്തി. പാഠപുസ്തകത്തിൽ ഈ ഇബാദത്ത് അല്ലെങ്കിൽ ഇതിന്റെ മാനാട്ടുണ്ടാവും. മായനോണ്ടാണ് വിവാദത്തിൽ ഞാൻ ആശയം അല്ല അറിഞ്ഞ പറഞ്ഞു. ഏകദേശം തന്നെ പാഠപുസ്തകത്തിലെ വിവാദം എന്താണ് ഇതിന്റെ അർത്ഥം? ആശയം ലോകത്തുള്ള സർവശക്തികളും ശക്തികളെന്ന് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥമല്ല. കാരണം അവളെ ഒഴികെ ആർക്കും ഒരു ശക്തിയില്ല. എന്നാലും നമുക്കങ്ങനെ പ്രയോഗം, ഒരു നാടൻ പ്രയോഗം. അമേരിക്ക മറ്റേ ശക്തിയാണ്, റഷ്യ ഈ ശക്തിയാണ്, ഏത് ശക്തി? അഞ്ചില വിശകലനത്തിൽ എല്ലാം അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്. ഒരു സാധാരണ പ്രയോഗം, നാടൻ പ്രയോഗം. എല്ലാവരും കൂടി സമ്മേളിച്ചാൽ, മനുഷ്യരും ജിന്നുകളും മലക്കുകളും എല്ലാവരും കൂടി സമ്മേളിച്ചാൽ ഒരു പരമാണുവിനെ പോലും ചലനാത്മകമാക്കാനോ നിശ്ചലമാക്കാനോ ദൈവഹിതം കൂടാതെ അവർക്ക് സാധ്യമല്ല. കാരണം അല്ലാഹു സമദ്, എല്ലാ ദൈവാശ്രയത്തിന് വിധേയമാണ്. എത്രത്തോളം അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അഖീദ പ്രകാരം നാം സാധാരണഗതിയിൽ വിശപ്പടക്കാൻ ഭക്ഷണം കഴിക്കുന്നു, ദാഹശമനത്തിന് വെള്ളം കുടിക്കുന്നു, രോഗശമനത്തിന് മരുന്ന് കഴിക്കുന്നു, മുറിക്കാൻ കത്തി ഉപയോഗിക്കുന്നു, കഴിക്കാൻ തീ ഉപയോഗിക്കുന്നു. നമ്മുടെ വിശ്വാസം എന്താണെന്നോ? ഇതൊക്കെ അസ്ബാബുകൾ, നിമിത്തങ്ങൾ മാത്രമാണ്. സാധിപ്പിച്ചു തരുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. ഇതൊക്കെ നിമിത്തങ്ങളാണ്. രോഗം വന്നാൽ മരുന്ന് കഴിക്കുന്നു. ആരാണ്? കാപ്പി രോഗം സുഖപ്പെടുത്തുന്ന ആരാ? ഡോക്ടറല്ല, മരുന്നല്ല, അള്ളയാണ്. എന്നാ അള്ളയാണ് സുഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് പെന്തിക്കോസ്തുകാരെ മാറി ഇരിക്കാറുണ്ടോ? ഇല്ല, മരുന്ന് കഴിക്കാറുണ്ട്, ഡോക്ടറെ സമീപിക്കാറുണ്ട്. ഈ മരുന്ന് കഴിക്കുന്നു, ഡോക്ടറെ സമീപിക്കുന്നു എന്നതുകൊണ്ട് ദൈവവിശ്വാസത്തിന് വല്ല കോറൽ വരുന്നുണ്ടോ? ഇല്ല. അന്തിമമായി കാപ്പി അള്ളാഹു മാത്രമാണ്. പിന്നെ ഡോക്ടറെ സമീപിച്ചതും മരുന്ന് കഴിക്കുന്നതും ഏതടിസ്ഥാനത്തിലാണ്? അത് രോഗശമനത്തിന് അള്ളാഹു നിശ്ചയിച്ച ഒരു നിമിത്തം മാത്രമാകുന്നു, സബബ് മാത്രമാകുന്നു. ഈ വിശ്വാസം. എന്നാൽ ഈ വിശ്വാസ ലോകത്തിൽ
അത് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ കാണുമ്പോഴൊക്കെ ഓരോ തവണ സമീപിക്കുമ്പോഴും ഡോക്ടറെ നിങ്ങൾ അള്ളാഹു നിശ്ചയിച്ചൊരു നിമിത്തം എന്നുള്ള നിലക്കാണ് നിങ്ങൾ മരുന്ന് ഞാൻ കഴിക്കുന്നത്, നിങ്ങൾ കാക്കയല്ല എന്റെ ആക്കിയതൊക്കെ ക്ലിയർ ആണ്, ആ നിലക്കാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്ന മുഖവരിയോടുകൂടി സമീപിക്കേണ്ടതുണ്ടോ? വിശ്വാസം അല്ലാതെ ഓരോ തവണ ഈ കൺസൾട്ടേഷന് ചെല്ലുമ്പോഴൊക്കെ ഡോക്ടറോട് പറയാൻ മനക്കെട്ടാലും ചിലപ്പോ ഇയാൾക്ക് വേറെ എപ്പോഴുണ്ടോ ഉണ്ടായിക്കോളാം. നമുക്കാരും വിശ്വാസം, നമ്മുടെയൊക്കെ വിശ്വാസം ഇതാ ബോധിവന്തി ഓതാത്തവരൊക്കെ വിശ്വാസം. ഇത് മരുന്നിന്റെ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം. ഭക്ഷണം നമ്മൾ ഭക്ഷിക്കാറുണ്ട്, ആഹാരം കഴിക്കും, വിശപ്പടക്കാൻ. വിശപ്പടക്കാൻ അള്ളാഹു നിശ്ചയിച്ച നിമിത്തമാണെന്ന് ആഹരിക്കരുത്. വിശപ്പ് അടക്കി തരുന്നവൻ അള്ളാഹു. അള്ളാഹുവാണ് ഭക്ഷിപ്പിക്കുന്നവൻ, അള്ളാഹുവാണ് വിശപ്പടക്കുന്നവൻ. ദാഹശമനത്തിന് വെള്ളം കുടിക്കുന്നു, അള്ളാഹു നിശ്ചയിച്ച നിമിത്താണ്. ദാഹം ശമിപ്പിക്കുന്നവൻ അള്ളയാണ്. വെള്ളം കുടിക്കാനുള്ള അള്ളാഹ് നിശ്ചയിച്ച സബബ നിമിത്താണ്. എന്നാ കുടിക്കുമ്പോഴൊക്കെ അത് പറഞ്ഞു കുടിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് കുടിക്കാവും, നമ്മൾ വിശ്വാസം. ഈ രീതിയിൽ ഏത് കാര്യവും അള്ളാഹു നിശ്ചയിച്ച നിമിത്തമാണ്. അന്തിമമായി എല്ലാം സാധിപ്പിച്ചു തരുന്നവൻ അള്ളാഹുവാണ്. ഏതുവരെ? ഞാൻ ഉയർത്തിയ കൈ താഴ്ത്താൻ, താഴ്ത്തിയ കൈ പൊക്കാൻ അള്ളാഹുവിനെ ആശ്രയിക്കാതെ സാധ്യമല്ല. എന്തുകൊണ്ട്? അള്ളാഹു അന്തമുൽ ഫുഖറാഇലല്ലാ, നിങ്ങൾ സദാ സമയവും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. അള്ളാഹുവാകട്ടെ ഒരിക്കലും ഒരു വസ്തുവിനെയും ആശ്രയിക്കുന്നില്ല. ഈ വിശ്വാസം വെച്ചു പുലർത്തുന്ന നാം നമ്മുടെ വിശ്വാസപ്രകാരം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മാനെന്താ? നീ അല്ലാതെ ഒന്നിനെയും ഒരാളെയും ഞങ്ങൾ ആരാധിക്കില്ല. ഒന്നിനും ഒരാളെ ആരാധിക്കില്ല. കാരണം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് ശിർക്കാണ്, പൊറുക്കപ്പെടാത്ത പാപമാണ്. അതുകൊണ്ട് ഇയ്യാക്കനാകുന്നു നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക്കനാകുന്നു നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ അല്ലാതെ മരിച്ചവരെ ഞങ്ങൾ ആരാധിക്കുക, ജീവിച്ചിരിക്കുന്നവരെ ആരാധിക്കുന്ന അല്ല. നീ അല്ലാതെ ഒന്നിനെയും ഒരാളെ ആരാധിക്കുക. അയ്യം കാണാവും വൈത്തനുള്ളതാണ്, നിന്നെ മാത്രമേ ആരാധിക്കൂ. തുടർന്ന് പറഞ്ഞു ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം കൊടുന്നു. നിന്നോട് മാത്രം പറഞ്ഞാൽ അതിന്റെ മാനെന്താ? നീ അല്ലാതെ മരിച്ചവരോട് കരുതാണ്. അതല്ല, നീ അല്ലാതെ ഒന്നിനോടും ഒരാളോടും കരുതാണ്. അയ്യങ്കാവും വൈദ്യനകമാവൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചെയ്യുന്നു പറഞ്ഞാൽ നീ അല്ലാതെ ഒന്നിനോടും ഒരാളോടും ഞങ്ങൾ സഹായം ചെയ്യില്ല. അയ്യങ്കാവും വൈദ്യനോടാണ്. എന്നാ പിന്നെ നമ്മൾ പരസ്പരം ജീവിച്ചിരിക്കുമ്പോ സഹായം ഉള്ളതോ? മറ്റോട്ടലെ നോക്കോളൂ. ജീവിച്ചിരിക്കുന്നത് നമ്മൾ സഹായം ഉള്ളതോ? അത് ഇയ്യാക നസ്തഈൻ എതിരാണോ? അല്ലേ? ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ മരിച്ചവരെ ആരാധിക്കാൻ പാടില്ല, ജീവിച്ചിരിക്കുന്നവരെ തമ്മിൽ ആരാധിക്കാനാ? അല്ലല്ലോ. ഇയ്യാക നഅ്ബുദുവിന് അവിടെ ഒരു സൂചിയില്ല. ഇയ്യാക നസ്തഈനിന്റെ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ട്. എന്താ തമ്മിൽ വ്യത്യാസം? വ്യത്യാസമുള്ളതാണ് രണ്ടായി പറയുന്നത്. രണ്ടും ഒന്നാണെങ്കിൽ ഖുർആൻ രണ്ടായി പറയില്ലോ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത് രണ്ടായതുകൊണ്ടാണ് രണ്ടായി പറഞ്ഞത്. രണ്ടും ഒന്നാണെങ്കിൽ പിന്നെന്താ രണ്ടായി പറയുന്നത്? രണ്ടും രണ്ടായതുകൊണ്ടല്ലേ രണ്ടായി പറഞ്ഞത്. ഓ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മാലക്കും ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, നിങ്ങൾക്ക് വേറെ ഒരു സംരക്ഷകനുമില്ല, വേറെ സഹായില്ല. അള്ളാഹ് മാത്രമേ ഉള്ളൂ സംരക്ഷകൻ, അള്ളാഹ് മാത്രമേ ഉള്ളൂ സഹായി. അതുകൊണ്ട് അള്ളാഹിനോടല്ലാതെ നിങ്ങൾ സംരക്ഷണം അല്ലെങ്കിൽ സഹായം തരാൻ പാടില്ല. ഇയ്യാക നസ്തഈൻ അങ്ങനെ. എന്നാ പിന്നെ ഞാനും ഔലിയാവെന്ന് പറഞ്ഞതോ? അല്ലെങ്കിൽ ഞാനും അൻസാറുള്ളാഹ് എന്ന് പറഞ്ഞതോ?
കഴിഞ്ഞ് നിങ്ങൾ മുഹാജിരീന അൻസാർ എന്ന് പറഞ്ഞോ, അത് അല്ലാഹു തആല നിശ്ചയിച്ച നിമിത്തങ്ങളാണ്, അസ്ബാബുകളാണ്. ഏതുപോലെ രോഗം ശരിയാക്കുന്നവൻ അല്ലാഹുവല്ലേ, മരുന്ന് കഴിക്കണോ അല്ലാഹു നിശ്ചയിച്ച സബബാണ്. വെച്ചപ്പെടുത്തുന്നവൻ അല്ലാഹുവല്ലേ, ഭക്ഷണം കഴിക്കുന്നതോ അല്ലാഹു നിശ്ചയിച്ച നിമിത്തമാണ്. ശമനം വരുത്തുന്നവൻ അല്ലാഹുവല്ലേ, അതെ വെള്ളം കുടിക്കുന്നതോ അല്ലാഹു നിശ്ചയിച്ച നിമിത്തമാണ്. സഹായിക്കുന്നവൻ അല്ലാഹു മാത്രമല്ലേ, അതെ പിന്നെ മറ്റുള്ളവരുടെ സഹായം തേടിയതോ അല്ലാഹു നിശ്ചയിച്ച നിമിത്തമാണ്. അല്ലാഹു നിശ്ചയിച്ച നിമിത്തം. എന്നാൽ നിശ്ചയിക്കപ്പെട്ട നിമിത്തങ്ങളിൽ അങ്ങനെ ഒന്നുണ്ടോ?